നമസ്കാരം. SIR ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 50 ലക്ഷം ജനങ്ങളാണ് വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താകാൻ പോകുന്നത്. ശരിയായ രീതിയിൽ ഫോം ഫില്ല് ചെയ്യാത്തത് കൊണ്ടാണ് ഈ 50 ലക്ഷം ജനങ്ങൾ പുറത്താകുമെന്ന് ERO അറിയിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നിങ്ങളും പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മെയിനായിട്ട് അതിനകത്ത് വരുന്നത് ഫില്ല് ചെയ്തതിലെ പ്രശ്നങ്ങളാണ്. തെറ്റുകൾ സംഭവിച്ചത് ഒന്നാമത്തെ ഒരു പിഴവ്. പിന്നെ കൂടുതലും ജനങ്ങൾ വെറുതെ ഒപ്പിട്ട് മാത്രമാണ് ഫോം ഫില്ല് ചെയ്ത് തിരികെ കൊടുത്തിരിക്കുന്നത്. കോളങ്ങൾ പലതും ഫില്ല് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവരും ഇതിൽ നിന്ന് പുറത്താവും. പിന്നെ എപ്പിക് നമ്പർ തെറ്റായ വിവരങ്ങൾ ഒക്കെ കൊടുത്തിരിക്കുന്നവരെല്ലാം ഇതിൽ നിന്ന് പുറത്താകാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയുള്ളവരെല്ലാം ഹിയറിങ്ങിന് വേണ്ടി വിളിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ശരിയായ രീതിയിലുള്ള നിങ്ങളുടെ ഡീറ്റെയിലുമായിട്ട് ചെല്ലുക. ആധാർ കാർഡ്, പാസ്പോർട്ട് തുടങ്ങിയ രേഖകളൊക്കെ ആയിട്ട് ഹാജരാകേണ്ടി വരും. അതുപോലെ തന്നെ ഫോം ഫില്ല് ചെയ്യാനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ട്. 18-ാം തീയതി വരെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാത്തവർക്ക് കൊടുക്കാവുന്നതാണ്. അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അന്തിമ വോട്ടർ പട്ടിക വരുന്നത് ഫെബ്രുവരി 21-നാണ്. അതിന് വന്നതിന് ശേഷം വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവരെല്ലാം തന്നെ ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരും. പിന്നെ പുതിയതായി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കേണ്ടവർ ഫോം 6 ആണ് പൂരിപ്പിച്ച് നൽകേണ്ടത്. വിദേശത്തുള്ളവരാണെങ്കിൽ 6A പൂരിപ്പിച്ച് നൽകേണ്ടത്. പിന്നെ വിവരങ്ങളൊക്കെ തെറ്റായ രീതിയിലുള്ള പേര്, അതുപോലെ തന്നെ ജനനവർഷം തുടങ്ങിയവ തെറ്റായ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫോം 8 ആണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ശരിയായ രീതിയിൽ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാത്തവർ നിങ്ങൾ ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരും. അങ്ങനെയുള്ളവർ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ അത് ശരിയായ രീതിയിലുള്ള രേഖകളുമായിട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, അതുപോലെ തന്നെ ജനനത്തീയതികൾ ഇവയൊക്കെ വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ പുറത്താകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് അപ്രൂവൽ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ചെയ്യാനും പറ്റുന്നതാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ കൂടുതലും ആൾക്കാർ BLO വഴിയാണ് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് BLO വഴി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അത് ഫെബ്രുവരി 21-ാം തീയതിക്ക് ശേഷമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. പേരില്ലാത്തവരെല്ലാം തന്നെ BLO നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹിയറിങ്ങിന് വേണ്ടി ചെല്ലുക നിങ്ങളുടെ ഡീറ്റെയിലുമായിട്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാവർക്കും കിട്ടും. നമ്മൾക്ക് എല്ലാത്തിലും പല പല രേഖകൾ നമ്മുടെ കൈവശമുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കി വെച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ BLO നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഏത് രേഖയാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. മെയിനായിട്ട് വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനുള്ള കാര്യം കൃത്യതയില്ലായ്മയാണ്. ശരിയായ രീതിയിലുള്ള ഫോം ഫില്ല് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പുറത്താകാൻ സാധ്യത കൂടുതൽ. പിന്നെ കൂടുതലും ആൾക്കാർ തെറ്റായ വിവരങ്ങളാണ് ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് കാണുന്ന പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. അങ്ങനെയുള്ളവരാണ് കൂടുതലും പുറത്താകുന്നത്. അപ്പോൾ നിങ്ങൾ തെറ്റായ വിവരങ്ങൾ കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുത്തതെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഹിയറിങ്ങിന് വിളിക്കും. അപ്പോൾ ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുത്ത് വീണ്ടും വോട്ടർ ലിസ്റ്റിൽ ഇടം നേടാവുന്നതാണ്. പിന്നെ ഡീറ്റെയിൽ ഒന്നും കൊടുക്കാനില്ലാത്ത ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു. അവർക്ക് വേറെ ഡീറ്റെയിലുകളൊന്നും കൊടുക്കാനില്ല, പക്ഷേ അവർ 2025-ലെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, അവരെന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്ക് ഞാൻ കറക്റ്റായിട്ട് മെസ്സേജ് തിരിച്ചെഴുതി കൊടുത്തായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി കൊടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് പുതിയതായിട്ടാണെങ്കിലും ഫോം 6 ഉപയോഗിച്ച് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാവുന്നതാണ്. പലർക്കും പല രേഖകളില്ല. പക്ഷേ ഇവിടെ ജനിച്ചിട്ടുണ്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല, ആധാർ കാർഡ് ഇല്ല, തിരിച്ചറിയൽ കാർഡില്ല, അതുപോലെ തന്നെ പാസ്പോർട്ട് ഇല്ല. അങ്ങനെ പല കാരണങ്ങൾ പറയുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ളവരുടെയും നമുക്ക് ഡീറ്റെയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പഞ്ചായത്തിൽ നിന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഹാജരാക്കാൻ പറ്റും. ഇപ്പം പഴയ ഒരാളുടെ ആണെങ്കിലും കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ ഏകദേശമൊക്കെ വെച്ച് ഒരു പഞ്ചായത്തിൽ നിന്ന് നമുക്കത് എടുക്കാൻ പറ്റുന്നതാണ്. അവരുടെ ആ ഒരു രേഖ വെച്ചുകൊണ്ടാണെങ്കിലും അവരെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാവുന്നതാണ്. പുതിയതായിട്ട് പേര് ചേർക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പൻ്റെയും അമ്മയുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഹാജരാക്കേണ്ടി വരും. അങ്ങനെയുള്ളവർ അത് ഹാജരാക്കിക്കൊണ്ട് വേണം പുതിയ രീതിയിൽ അവർ വോട്ടർ ലിസ്റ്റിൽ പേര് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഫോം 8 ഉപയോഗിച്ചാണ് കൂടുതലും നമുക്ക് ഇതിനകത്ത് തിരുത്തലുകളൊക്കെ വരുത്താൻ പറ്റുന്നത്. ഇപ്പോൾ പുതിയ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഫോം 8 ഉപയോഗിച്ച് അതിനകത്ത് തെറ്റുകൾ തിരുത്താവുന്നതാണ്. ഇനി കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ BLO ആയിട്ട് കറക്റ്റ് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. BLOയുടെ നമ്പർ നിങ്ങളുടെ ആ ഫോം തന്നിരിക്കുന്നതിൻ്റെ മുകളിലുണ്ടായിരുന്നു. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല. എന്ന് വെച്ചാൽ 100 കണക്കിന് ആൾക്കാർ ഇതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് അവരുമായിട്ട് സംസാരിക്കാവുന്നതാണ്. ഇനി അതല്ല എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്.
പിന്നെ ഒത്തിരി പേരും എനിക്ക് മോശമായ കമൻറ്റുകളൊക്കെ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പം ഇട്ടായിരുന്നു. ഇത് നമ്മളൊരു ഉപകാരം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഈ വീഡിയോ ചെയ്തതേ ഉള്ളൂ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എന്നോട് സംശയങ്ങൾ ചോദിക്കുന്നവർക്ക് ഞാൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് ശരിക്കൊന്ന് പഠിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് തന്നെ. അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി അറിയിച്ചാൽ മതി. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.